ആദ്യമായിട്ടാണ് ശ്രീ ചിന്മയാനന്ദ സ്വാമിജിയെ കാണാനായിട്ടുള്ള ഭാഗ്യമുണ്ടായത്. എൻ്റെ സീനിയറായിട്ടുള്ള ശ്രീ കൃഷ്ണൻകുട്ടി അച്ഛൻ, അദ്ദേഹം സ്വാമിജിയുടെ പാലക്കാട് സന്ദർശനത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും പാലക്കാട് 56 നവംബറിൽ ഉണ്ടായിട്ടുള്ള ആ ഗീതാജ്ഞാന യജ്ഞത്തിൽ ആദ്യമായിട്ട് സ്വാമിജിയുടെ പ്രഭാഷണം മുഴുവൻ കേൾക്കാനായിട്ട് വൈകുന്നേരത്തെ ഗീതാപ്രവചനവും രാവിലത്തെ കഠോപനിഷത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രഭാഷണവും കേൾക്കാൻ അവസരമുണ്ടായി. ഗുരുദേവൻ്റെ പ്രഭാഷണ പരമ്പര നിരന്തരമായി കേൾക്കാൻ സാധിച്ചതോടുകൂടി തന്നെ എൻ്റെ ചിന്താഗതിയിൽ വലിയ പരിവർത്തനമുണ്ടായി. അതുവരെ കോളേജിൽ പഠിച്ചിരുന്ന അവസരത്തിലൊക്കെ തന്നെ നമ്മുടെ പൂർവികന്മാർക്ക് ആധുനികതയില്ല, സാമൂഹ്യ ബോധമില്ല, അവരൊക്കെ പിന്തിരിപ്പനാണ് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളിൽ അതിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് തിരുത്തി കുറിച്ചിട്ടുള്ളത് ചിന്മയാനന്ദ സ്വാമിജിയുടെ പ്രഭാഷണ പരമ്പര യുക്തിയുക്തമായിട്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ആധുനിക യുവാക്കൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മുടെ പൗരാണികമായ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതിൽ അതുല്യമായിട്ടുള്ള പങ്കാണ് ഗുരുദേവൻ വഹിച്ചിട്ടുള്ളത്. ഗീതാജ്ഞാന യജ്ഞ പരിപാടി കഴിഞ്ഞ് അവസാനം അവഭൃത സ്നാനത്തിന് കന്യാകുമാരിക്ക് സ്വാമിജിയോടൊപ്പം ഞങ്ങൾ തീർത്ഥാടനത്തിന് പോയി. ആ യാത്രയിലായിരുന്നു ആദ്യമായിട്ട് മന്നത്ത് പത്മനാഭനെ കാണാനും പാലക്കാട് അദ്ദേഹം താമസിക്കുന്ന അവസരത്തിൽ സ്വാമിജിയോടൊപ്പം തന്നെ അന്ന് ഇവിടെ പാലക്കാട് എത്തിയിരുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അനിഷേധ്യ നേതാവ് പൂജനീയ സർസംഘചാല ഗുരുജിയെ കാണാനും ആ ബന്ധത്തിന് ആരംഭം കുറിക്കാൻ സാധിച്ചത് ഈ രണ്ട് മഹത് വ്യക്തികൾ പൂജനീയ ഗുരുജിയായിട്ടും അതുമാതിരി ശ്രീ മന്നത്ത് പത്മനാഭനായിട്ടും ബന്ധം സ്ഥാപിച്ച് അവരെ മനസ്സിലാക്കാൻ കളമൊരുക്കിയത് സ്വാമിജിയായിട്ടുള്ള ബന്ധമായിരുന്നു. എൻ്റെ ഭാവി ജീവിതത്തിന് കാതലായി സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയാമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പ്രമുഖ സ്ഥാനം ശ്രീ ചിന്മയാനന്ദ സ്വാമിജിക്കുണ്ട്. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളാണ് ഇവിടെ ഉള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്തുള്ള ഓഫീസാണ്. വാജ്പേയി സർക്കാരിൻ്റെ രാജിക്ക് ശേഷം മടങ്ങി വന്ന് ഏതാണ്ട് 1.5 കൊല്ലക്കാലം താമസിച്ചത് ഈ ഓഫീസിലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന അവസരത്തിലാണ് രാഷ്ട്രീയത്തിൽ ചേരാനിടയായ സാഹചര്യങ്ങളെ സംബന്ധിച്ചിട്ടും ഒക്കെ ഓർത്തു പോവുകയാണ്. പാലക്കാട്ട് 1956 പ്രാക്ടീസ് ആരംഭിച്ച അവസരത്തിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ പോകണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. പ്രൊഫഷണൽ കേന്ദ്രീകരിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. സ്വാമി ചിന്മയാനന്ദനും അതുമാതിരി തന്നെ ശ്രീ മന്നത്ത് പത്മനാഭനും രണ്ടുപേരും ഞാൻ അന്ന് വരെ ധരിച്ചിരുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു ഗാന്ധിജിയെ കൊന്നിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ് എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണയ്ക്ക് അടിസ്ഥാനപരമായിട്ട് തെറ്റാണെന്നുള്ള വിശ്വാസം ഉണ്ടാക്കാൻ ഈ രണ്ട് മഹാത്മാക്കളുടെ സമ്പർക്കം ഉപകരിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സമുന്നതനായിട്ടുള്ള സർസംഘചാല ഗുരുജിയെ എത്രമാത്രം ആദരവോട് കൂടിയിട്ടാണ് കാണുന്നത്. ഗുരുജി താമസിക്കുന്ന വീട്ടിൽ പോയി കണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ സാക്ഷിയായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അതുമാതിരി തന്നെ മന്നത്ത് പത്മനാഭനും സംഘത്തെ സംബന്ധിച്ചിട്ടും ഗുരുജിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതിൽ നിന്നും വളരെ വളരെ ആദരവോട് കൂടിയിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അത് എൻ്റെ വാസ്തവത്തിൽ ഈ സംഘടനയെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചു. പിന്നീടത് പൂർത്തീകരിച്ചത് ശ്രീ ഗുരുജി പാലക്കാട്ട് ചികിത്സയ്ക്കായിട്ട് ഉഴിച്ചിലിന് വേണ്ടിയിട്ട് കുറേ ആഴ്ചകൾ പാലക്കാട് ഉണ്ടായിരുന്നു. അന്ന് ഏതാണ്ട് മിക്ക ദിവസങ്ങളിലും കോടതി വിട്ട് വന്നു കഴിഞ്ഞ ശേഷം ഏറെ മണിക്കൂറുകൾ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ എൻ്റെ ധാരണകളിലുള്ള തെറ്റായ ധാരണകൾ പലതും പിഴുതെറിയാൻ വേണ്ടി സാധിച്ചു. മന്ത്രിസഭ 2004 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം മന്ത്രിസഭ രാജിവെച്ച് ഇവിടെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി ഈ ഓഫീസിൽ ഇവിടെ താമസിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനവും
പാർട്ടി ആവശ്യപ്പെടുന്നതായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നു. കുറേ കൊല്ലങ്ങൾ ജീവിച്ചു വരുന്നതായിട്ടുള്ള വീടാണത്. ഇപ്പോൾ എൻ്റെ മൂത്ത മകൻ വിവേകാനന്ദനും അവൻ്റെ ഭാര്യ ഷീലയും അവൻ്റെ മകള് അമൃതയും താമസിക്കുന്നു. എൻ്റെ കുടുംബ ജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അത് വേണമെങ്കിൽ വളരെ മാതൃകാപരമായിട്ടുള്ള ജീവിതമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ പെറ്റ അമ്മ അവരുടെ ആഗ്രഹപ്രകാരമല്ല വിവാഹം കഴിച്ചത്. അവർക്ക് ആഗ്രഹം അവർ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള പരമ്പരാഗതമായ പഴയ രീതിയിലുള്ള സ്ത്രീധനമൊക്കെ വാങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള വിവാഹമാണ് അവരാഗ്രഹിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല. എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ തന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇവർക്കെല്ലാവർക്കുള്ള പരാതി ഞാൻ വീട്ടിൽ വിരുന്നുകാരനെ പോലെ വന്ന് പോകുന്ന ആളാണെന്നാണ്. കുട്ടികളെ എപ്പോഴെങ്കിലുമൊക്കെ കാണാറുള്ളൂ. ആ ഒരു സ്ഥിതിശേഷം ഉണ്ടായത് ഞാൻ ഏറ്റെടുത്തിട്ടുള്ള തൊഴിലിൻ്റെ ഫലമായിട്ടാണത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് അവരോട് വേണ്ട നീതി നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കുറ്റബോധമുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം നടക്കാതെ പോയിട്ടൊരാഗ്രഹം, ഇവർ രണ്ടുപേരെയും സംസ്കൃതം പഠിപ്പിക്കണം. എനിക്കേ പഠിക്കാൻ സാധിച്ചില്ല. മക്കളെങ്കിലും സംസ്കൃതം പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതും അവരെയൊക്കെ സ്കൂളിൽ ചേർക്കുന്ന അവസരത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അത് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. മറ്റു പലതെന്ന പോലെ തന്നെ അത് നടക്കാതെ പോയിട്ടുണ്ട്. പിന്നീട് ഈ കുടുംബ ബന്ധത്തിന് ഏറ്റവും കൂടുതൽ തീവ്രമായിട്ടുള്ള ഒരു ഒലച്ചൽ തട്ടിയത് ഈ അടിയന്തരാവസ്ഥ 1975 മുതൽ 77 വരെയുള്ള 19 മാസക്കാലം ജയിലിലായിരുന്നു. ഭാവി എന്തായിരിക്കും ഇനി എന്നുള്ളത് അനിശ്ചിതത്തിലാണ്ട് ഒരു ഇരുളടഞ്ഞ ഭാവി. തൻ്റെ ഇനി തൊഴിലിലേക്ക് തിരിച്ചു വരുമോ, ഭാവി എന്തായിരിക്കും എന്ന അനിശ്ചിതത്വം മുറ്റി നിൽക്കുന്ന അവസരത്തിൽ എൻ്റെ ശ്രീമതി, അവർ 2 ചെറിയ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ, അവരുടെ മുഴുവൻ ചുമതലയും ഈ ഭാവിയെ പറ്റിയിട്ടുള്ള ആശങ്കയും എല്ലാം മനസ്സിൽ നിറഞ്ഞിട്ട് അവർക്ക് ഏറെ മാനസിക വിഷമമുണ്ടായിരുന്നു. പക്ഷേ അവർ ആ വിഷമം ആരോട് കാണിക്കാനാണ്? ഞാൻ ജയിലിലായിരുന്നു. അതുകൊണ്ട് കുട്ടികളുടെ കാര്യം നോക്കുകയാണ് പ്രധാനപ്പെട്ട അവരുടെ കടമ. അത് നിർവഹിച്ചു. അതെല്ലാം ഡിലേഡ്, അതെല്ലാം ആ മനസ്സിൽ സപ്രസ് ചെയ്തുകൊണ്ടേ ഇരുന്നു ഈ ആശങ്കകളൊക്കെ തന്നെ. അതുകൊണ്ട് ഞാൻ ജയിലിൽ നിന്ന് വന്ന ശേഷവും പിന്നീടും അവരുടെ മാനസിക സ്ഥിതി പൂർണ്ണമായിട്ട് സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ അവരുടെ ആ ദുഃഖത്തിൽ അവരോട് ഒരു ഭർത്താവ് ചെയ്യേണ്ടതായിട്ടുള്ള കടമകൾ പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ സാധിച്ചില്ല എന്നുള്ള ദുഃഖം ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ അച്ഛൻ്റെ സാമീപ്യം ഞങ്ങളെ വളരെ ചെറുപ്പം മുതൽ തന്നെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. അച്ഛൻ ഇല്ലാതിരുന്ന സമയങ്ങളിലെല്ലാം അമ്മയായിരുന്നു ആ എല്ലാ പ്രഷറും എടുത്തിരുന്നത്. അപ്പം അതിൻ്റെ ക്ഷീണം അമ്മയ്ക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അത് അച്ഛൻ ഇപ്പം അതെല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു. പക്ഷെ അച്ഛൻ എന്തായാലും എല്ലാവിധ ആശംസകളും എല്ലാ നല്ലതും ജീവിതത്തിൽ വരട്ടെ. ഇത് എൻ്റെ രണ്ടാമത്തെ മകൻ ശ്യാമപ്രസാദ്, പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ. അതിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയേണ്ടതായിട്ടുള്ള ഇല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവൻ്റെ മിസ്സിസാണ് ഷീബ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ ജീവനക്കാരിയാണ്. വിഷ്ണു മൂത്ത മകനാണ്. അയാൾക്കും സിനിമ പ്രൊഡക്ഷൻസിലൊക്കെ താല്പര്യമുള്ള ആളാണ്. അതിലൊക്കെ ചില ഒരു അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ്. ഇവള് ശിവഗാമി സ്കൂളിൽ പഠിക്കുന്നു. ഞങ്ങൾ 2 മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അച്ഛൻ്റെ ജീവിതവും പ്രവൃത്തികളുമൊക്കെ എൻ്റെ വർക്കിൻ്റെ ഒരു ബേസിസായിട്ട് അതിന് പിന്നിലുള്ള ഫിലോസഫിയുടെ, അതിന് പിന്നിലുള്ള ഒരു ഇൻറ്റഗ്രിറ്റിയുടെ, നിഷ്ഠയുടെ ഒക്കെ ഒരു ബേസിസായിട്ട് അച്ഛൻ്റെ ലൈഫ് എന്നും ഉണ്ടായിരുന്നു. അച്ഛൻ ഈ പറഞ്ഞ പോലെ സിനിമ അല്ലെങ്കിൽ ഈ മേഖലയെ പറ്റി ഇൻഡിഫറൻ്റ് ആണ്. കാരണം അത് വേറൊരു മേഖലയിലാണ് പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എൻ്റെ പ്രവർത്തന രംഗത്തെക്കുറിച്ച് ഒരു പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ജനറലി ഒരു കലാകാരൻ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, ജീവിക്കേണ്ടത് എന്നുള്ളതിന് അച്ഛൻ പറയാതെ തന്നെ പല പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
ആധ്യാത്മികമായിട്ടുള്ള ഗുരുവാണ് സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി. 1986 ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത അവസരത്തിൽ ആ തിരഞ്ഞെടുപ്പിന് ശേഷം പല ഭാഗങ്ങളിലും നൽകിയ സ്വീകരണത്തിൽ ആലപ്പുഴയിൽ വെച്ചിട്ട് ഒരു പ്രവർത്തകൻ നൽകിയിട്ടുള്ള ഒരു സംഭാവന, അത് അമ്മയുടെ മൊഴികൾ അടങ്ങുന്ന ഒരു ചെറിയ ഗ്രന്ഥമായിരുന്നു. ഈ മൊഴികൾ വായിച്ച അവസരത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വാക്കുകളെപ്പോലെ തന്നെ ആഴവും അനുഭൂതിയിൽ നിന്ന് ഉറഞ്ഞു വരുന്നതാണെന്നുള്ള മനസ്സിലാക്കലും തിരിച്ചറിവുണ്ടായി. അതിനുശേഷം അമ്മയുടെ ചില പരിപാടികളിൽ അമ്മയെപ്പറ്റി കൂടുതൽ വായിക്കാനും അമ്മയെപ്പറ്റി മനസ്സിലാക്കാനുമുള്ള ആഗ്രഹം തുടങ്ങി. 1986 അമ്മ ഒരു ദിവസം പെട്ടെന്ന് പാലക്കാട്ട് ഒരു വീട്ടിൽ വരുന്നു എന്നറിഞ്ഞ സമയത്ത് അവിടെ പോയി ആ തിരക്കിൽ അമ്മയെ കാണുകയുണ്ടായി. അതിനുശേഷം അമ്മയുടെ പ്രവർത്തനങ്ങൾ അമ്മയെ സംബന്ധിച്ച് കിട്ടാവുന്ന പുസ്തകങ്ങളും ലേഖനങ്ങളുമൊക്കെ വായിക്കുകയും അമ്മയുടെ പരിപാടികളുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കാണുകയും അതിന് ചെയ്ത ശേഷം 6 കൊല്ലം അങ്ങനെ വീക്ഷിച്ച് കാര്യങ്ങൾ മുഴുവൻ പരമാവധി എൻ്റെ കഴിവനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് 1992 അമ്മയുടെ കയ്യിൽ നിന്നുള്ള മന്ത്രദീക്ഷ വാങ്ങാനുള്ള ഇടയുണ്ടായിട്ടുള്ളത്. എൻ്റെ ജീവിതം മുഴുവൻ തന്നെ അമ്മയിൽ സമർപ്പിക്കാനും എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ബാധ്യതയും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം അമ്മ ഏറ്റെടുത്തതായിട്ട് ഞാൻ കരുതുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്തിമമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പായി അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം മാത്രമേ ഞാനത് സ്വീകരിക്കാറുള്ളൂ. കാരണം മന്ത്രദീക്ഷ വാങ്ങിയ ശേഷം ഞാൻ സ്വയം അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അമ്മ എന്താണോ ഇച്ഛിക്കുന്നത് അത് നിറവേറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.